ഈ മഴക്കാലത്ത് നമുക്ക് പനി ജലദോഷമൊക്കെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഡൗട്ടാണ് അത് മരുന്ന് കഴിക്കാതെ മാറുമോ, അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് കഴിക്കണോ, അല്ലെങ്കിൽ ആൻറ്റി വൈറൽ കഴിക്കണോ എന്നുള്ളത്. നമുക്കുണ്ടാകുന്നത് ചെറിയൊരു ജലദോഷമാണ്. കാര്യമായിട്ട് ശക്തമായിട്ടുള്ള പനിയില്ല, വലിയ ക്ഷീണമൊന്നുമില്ല, ചെറിയൊരു മൂക്കൊലിപ്പ്, ചെറിയ സിംറ്റംസ് മാത്രമേ ഉള്ളൂ. അത് ഒരു 1-2 ദിവസം മാത്രമേ നിൽക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം ആളുകൾക്കും മെഡിസിൻ കഴിക്കേണ്ട ആവശ്യമില്ല, അത് സ്വമേധയാ മാറിപ്പോകും. ചില ആളുകൾക്ക് ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും പനി പേഴ്സിസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ കഫം വരുന്ന സമയത്ത് നല്ല മഞ്ഞ കളറിലൊക്കെ കഫം വരിക, അല്ലെങ്കിൽ ഷുഗറുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ക്ഷീണം, നല്ല പനി, തൊണ്ടൊക്കെ പഴുപ്പ് പോലെ തോന്നുക. അത്തരം ആളുകൾക്ക് ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാലേ ഈ ഇൻഫെക്ഷൻ മാറിപ്പോവുള്ളൂ. ഇനി ചില ആളുകൾക്ക് ഇപ്പോൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ശ്വാസം മുട്ട്, ആസ്മ അതുപോലത്തെ ബുദ്ധിമുട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് പനി തുടങ്ങുന്ന സമയത്ത് തന്നെ, അതായത് മൂക്കൊലിപ്പ്, കണ്ണ് വെള്ളം വരിക, ജലദോഷത്തിൻ്റെ തുടക്ക ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് തന്നെ ആൻറ്റി വൈറൽ മരുന്നുകളുണ്ട്. അതായത് ഒസൽട്ടാമിവറൊക്കെ പോലത്തെ മെഡിസിൻസ് ഉണ്ട്. അത് പനി തുടങ്ങി 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ആൻറ്റി വൈറൽസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ജലദോഷ പനി ആ മെഡിസിൻ കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും.